വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് പാർട്ട് 1 2 ചാപ്റ്റേഴ്സും കൂടി തീർക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 3ാമത്തെ ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വായിക്കാനായിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടേക്കുക. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ. വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ടാങ്കിൽ സംഭരിക്കുന്നു. ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇത്രയും 6 ഘട്ടങ്ങളാണ് നമ്മുടെ ജലം വീടുകളിലേക്ക് എത്തിക്കുന്നതിന് 6 ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഫസ്റ്റ് 4 എന്താണ്? പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് അല്ലേ. വലിയ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. രോഗാണുക്കളെ അങ്ങനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഇനി വിതരണ ഘട്ടങ്ങളിൽ വരുന്നതാണ് ടാങ്കിൽ സംഭരിക്കുന്നു. ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഇനി ഇതൊന്നും നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു ബോക്സ് ജസ്റ്റ് വായിച്ചേക്കാം. കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ ഏകദേശ അളവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ച് വരുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ പുതിയ SCRTയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് കറക്റ്റായിട്ടൊന്ന് നോക്കാം. തലച്ചോറിൽ 73% എന്ന് കൊടുത്തിട്ടുണ്ട്. തലച്ചോറിൽ 73, രക്തം 94. അപ്പോൾ കൂടുതലുള്ളത് രക്തമാണ്, 94%. വൃക്കകൾ 79, പേശികളും ഹൃദയവും 75, ശ്വാസകോശം 83, അസ്ഥികൾ 31. അപ്പോൾ അസ്ഥികൾ നമ്മൾ 25% പഠിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 31% എന്നാണ് പുതിയ SCRTയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ രക്തമാണ് 94%. പിന്നെ അതിൽ കൂടുതലായിട്ട് വരിക ശ്വാസകോശങ്ങളിലെ 83%, പിന്നെ വൃക്കകൾ 79, പേശികൾ ഹൃദയം 75, തലച്ചോറ് 73, അസ്ഥികൾ 31. മനുഷ്യശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? ജലം ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ സസ്യങ്ങൾക്ക് ജലം വേണമല്ലോ. സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? ജലം വെച്ചിട്ട് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം വേണം. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം വേണം. പ്രകാശ സംശ്ലേഷണത്തിന് വേണം. ശരീരത്തിൻ്റെ ഘടന നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം? സസ്യങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? ജലം ആവശ്യമാണ്. അപ്പോൾ എല്ലാ ജീവികൾക്കും എന്തിനാണ്? ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അപ്പോൾ ജലത്തിന് ആകൃതിയും ഉണ്ടോ? നിറവും മണമൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം. നിറമില്ല, മണമില്ല, ബാക്ടീരിയാസ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകൃതി ഇല്ല. അത് ഏത് പാത്രത്തിലാണ് ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആകൃതി ആയിരിക്കും അതിനുണ്ടാവുക. അത് ലിക്വിഡ് ഫോം ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ ജലത്തിൽ മുങ്ങില്ലേ, അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. നെക്സ്റ്റ് പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അലിയോ അലിയില്ലേ എന്നൊക്കെ നോക്കാനായിട്ടൊരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുട്ടികൾക്ക് ചെയ്ത് നോക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബോട്ടിൽ എന്താണിത്? സോഡ വെള്ളമാണ് അല്ലേ. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാവുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ച് എന്തുണ്ടാക്കുന്നു? സോഡ ഉണ്ടാക്കുന്നു എന്ന് ഓർക്കാം. അപ്പോൾ ലയിച്ച് ചേരുന്ന വസ്തുവിനെ എന്ത് പറയുന്നു? ലീനം എന്ന് പറയുന്നു. അപ്പോൾ ഒരു വസ്തു വെള്ളത്തിൽ ലയിച്ചിട്ട് എന്തുണ്ടാവും? പ്രൊഡക്റ്റായിട്ട് ലായനി ഉണ്ടാകും. അപ്പോൾ ആ ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് എന്താ? ലായനി. അപ്പോൾ ഇവിടെ നോക്കാം. പഞ്ചസാര ലായനി ഒരു ലായനിയാണല്ലേ. അപ്പോൾ അതിനകത്ത് ലീനം എന്തായിരിക്കും? ആ ലയിക്കുന്ന വസ്തുവാണ്, അതായത് പഞ്ചസാരയാണ്. ലായകം എന്ന് പറഞ്ഞാൽ എന്തിലാണോ ലയിക്കുന്നത്? വെള്ളത്തിലാണല്ലോ ലയിക്കുന്നത്. അപ്പോൾ വെള്ളമാണ് അവിടെ ലായകം എന്ന് പറയാം. അപ്പോൾ അതൊന്ന് നോക്കാം. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ എന്ത് പറയുന്നു? യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയുന്നു. ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് പറയുന്നു? ബാഷ്പീകരണം. ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് എന്ത് സംഭവിക്കും? വർദ്ധിക്കുന്നു. അപ്പോൾ ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു.
ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് പ്രതീക്ഷിക്കുക. അപ്പോൾ ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ജലത്തുള്ളിക്ക് പറയാനുള്ളത്: ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുന്നു. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മഴവെള്ളം സംഭരിക്കുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ, അതിൻ്റെ പിക്ചേഴ്സുമാണ്. മഴവെള്ള സംഭരണിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ തടയണകൾ കണ്ടോ, ഇതാണ് തടയണ. കയ്യാലകൾ കണ്ടോ, കയ്യാലകൾ, കിണർ റീചാർജിങ്, ഇതൊക്കെയാണ് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ജീവനുള്ള വിത്തുകൾ എന്നാണ് അടുത്ത ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഞാൻ എടുക്കാം. വിത്തുമുളയ്ക്കൽ. വിത്തുമുളക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. അപ്പോൾ വിത്തുമുളക്കാൻ എന്ത് വേണം? ജലം വേണം. പക്ഷേ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണെന്നാണ് പറയുക. വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ ഒരു വിത്ത് എങ്ങനെ ചെടിയായിട്ട് മാറുന്നു എന്നുള്ളതിലൊരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിത്ത് ബീജമൂലം. അപ്പോൾ വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നത് എന്താണ്? ബീജമൂലം. ഇനി ബീജമൂലം എന്തായിട്ട് മാറുന്നു? അത് കണ്ടോ, അത് വേരായിട്ട് മാറുന്നു. ഇനി ബീജശീർഷം അല്ലെങ്കിൽ ബീജശീർഷം കണ്ടോ, കാണുന്നതാണ് ബീജശീർഷം. ഇത് എന്തായിട്ട് മാറുന്നു? തണ്ടായിട്ടും ഇലയായിട്ടും മാറുന്നു. ഇവിടെ കാണുന്നതാണ് ബീജപത്രം. ഈ ബീജപത്രത്തിൽ നിന്നാണ് ഈ ചെടി മുളച്ച് അല്ലെങ്കിൽ ഇല വരുന്നത് വരെ അതിൻ്റെ ആഹാരമാക്കുന്നത് ഈ ബീജപത്രത്തിൽ ആഹാരമായിരിക്കും. ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. മണ്ണില്ല, ഇവിടെ പോഷകലായനിയിലാണ് വളർത്തുന്നത്. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ. വിത്ത് മുളച്ച ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. അപ്പോൾ പയർ വിത്തിന് എത്ര ബീജപത്രമുണ്ടെന്ന് നോക്കാം. ഇതാണ് പയർ വിത്ത്. ഇതിന് 2 ബീജപത്രമുണ്ട്. അതുപോലെ ചോളത്തിന് എങ്ങനെയാണ്? ചോളത്തിന് ഒരെണ്ണേ ഉള്ളൂ. ഈ ഭാഗത്തിന് ബീജാന്നം എന്ന് പറയുന്നു. അപ്പോൾ ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങളുണ്ടോ? അപ്പോൾ ചോളത്തിൽ എന്താണ്? 1 ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഈ ബീജാന്നത്തിൽ നിന്നാണ്. ഇനി വിത്ത് മുളക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന്. വിത്ത് മുളയ്ക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീടാണ് ബീജശീർഷം പുറത്തു വരുന്നത്. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി നമ്മൾ വിത്ത് വിതരണം, പല രീതിയിൽ വിത്ത് വിതരണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിത്ത് വിതരണം എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് തെങ്ങാണ് ഈ കാണിച്ചിരിക്കുന്നത്. തെങ്ങിൽ എങ്ങനെയാണ് ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പൂപ്പൻ താടിയാണെങ്കിൽ അത് കാറ്റ് വഴിയാണ് നടക്കുക. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. കണ്ടോ, കാറ്റിലൂടെ ഏതൊക്കെയാണ്? കാറ്റ് വഴി അപ്പൂപ്പൻ താടി ഉണ്ട്. അതുപോലെ മഹാഗണി ഉണ്ട്. കാറ്റ് വഴിയാണ് അപ്പൂപ്പൻ താടി, മഹാഗണി. വെണ്ടയും കാശിത്തുമ്പയൊക്കെ പൊട്ടിത്തെറിച്ചാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ തെങ്ങിൽ എങ്ങനെയാണ്? തെങ്ങിൽ ജലം വഴിയായിരിക്കും. പേരയാണെങ്കിലും അതുപോലെ ആൽമരം, അസ്ത്രപ്പുല്ല്, പ്ലാവ്, ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ്. അപ്പോൾ പേര, ആൽമരം, അസ്ത്രപ്പുല്ല്, പ്ലാവൊക്കെ എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ഇനി പഠിക്കാനുള്ളത് ഇലകളിലെ വൈവിധ്യം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇത് നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും പഠിക്കാത്തൊരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 ഇലകളും നിങ്ങൾ നോക്കുക. ഇതൊന്ന് മനസ്സിൽ വെച്ചോ. ഇത് കണ്ടോ, ഇതാണ്. സെൻറ്ററിൽ കൂടെ ഒരു ശാഖ വന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതാണ് ഈ ഒരു ഇല. ഇതെങ്ങനെയാണ്? ഇത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് എൻഡ് വരെ ഇങ്ങനെ സമാന്തരമായിട്ട് വിന്യസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും
ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്നൊരു പ്രധാന സിരയുണ്ട്. കണ്ടോ? ഇതാണ് ആ പ്രധാന സിര. ഇതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ജാലികാ സിരാവിന്യാസം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്നതാണ് എന്ത്? ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു. ഇതാണ് സമാന്തര സിരാവിന്യാസമാണ് ഈ കാണുന്നത്. അപ്പോൾ ജാലികാ സിരാവിന്യാസം എന്നും സമാന്തര സിരാവിന്യാസം എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ജാലികാ സിരാവിന്യാസം എന്തിനൊക്കെ ആയിരിക്കും? പ്ലാവ്, അതുപോലെ റോസ, ചെമ്പരത്തി, അങ്ങനെ കുറേ ഉണ്ട്. മുള, തെങ്ങ്, അങ്ങനെ പുൽവർഗ്ഗത്തിൽപ്പെട്ട എല്ലാ സസ്യങ്ങൾക്കും സമാന്തര സിരാവിന്യാസമായിരിക്കും. കണ്ടോ? പ്ലാവ്, പുൽച്ചെടിക്കൊക്കെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളെ ഇലയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വേരിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സമാന്തര സിരാവിന്യാസമാണ് ഈ പുൽച്ചെടിക്കെന്ന് നമ്മൾ പറഞ്ഞു. പുൽച്ചെടിയുടെ വേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതെന്താണ്? ഇതാണ് നാരുവേര് പടലം എന്ന് പറയുന്നത്. നാരുവേര് പടലം എന്നാണ് പറയുക. ഇനി പ്ലാവിൻ്റെത് എന്താണ്? ജാലികാ സിരാവിന്യാസമാണ് ഇലയ്ക്കുള്ളത്. അതിൻ്റെ വേര് കണ്ടോ? തായ് വേരുണ്ട്, അവിടെ നിന്ന് ശാഖകളായിട്ട് പോകുന്നു. അതിൻ്റെ ഇല പോലെ തന്നെയാണ് അതിൻ്റെ വേരിൻ്റെ ഘടനയും വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം. പ്ലാവിലെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയൊരു വേര് കാണുന്നില്ലേ? ഇതാണ് തായ് വേര് എന്ന് പറയുന്നത്. പുൽച്ചെടിയുടെ വേരുപടലത്തിൽ പ്ലാവിലേതുപോലെ വലിപ്പമുള്ള ഒരു പ്രധാന വേര് കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് കാണ്ഡത്തിൻ്റെ ഈ വേരിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരും ചേർന്ന് കാണപ്പെടുന്നത് വേരുപടലമാണ് തായ് വേര് പടലം എന്ന് പറയുന്നത്. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേര് പടലം കാണാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ ഈ നാരുവേര് പടലമാണ് ഉള്ളത്. സാധാരണയായി ബീജം മൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് എന്താ? ശ്വസന വേരുകൾ. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു. ഇതാണ് താങ്ങുവേരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് താങ്ങുവേര്? ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് താങ്ങുവേര്. ഇതാണ് ശിഖരങ്ങളിൽ നിന്നാണ് താഴേക്ക് വളരുന്നത്. ഇതാണ് പൊയ്ക്കാൽ വേര്. ഇത് തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് പൊയ്ക്കാൽ വേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് പറ്റുവേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. പറ്റുവേരെന്ന് പറയുന്നത് ഇങ്ങനെ ഇലകൾ നമ്മുടെ കാണ്ഡത്തിൽ പറ്റി പിടിച്ച് വളരുന്നവയാണ് പറ്റുവേരുകൾ. ഇതാണ് ശ്വസന വേരുകൾ. അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളാണ് ശ്വസന വേരുകൾ. കണ്ടൽ ചെടികളിലാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വേരുകൾ. ഇനി നമ്മൾ പഠിച്ചായിരുന്നു ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. ചിത്രങ്ങൾ നിരീക്ഷിച്ച രണ്ട് കൂട്ടം ചിത്രങ്ങളിലെയും വേര്, ഇല, തണ്ട്, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവയിലുള്ള വ്യത്യാസങ്ങൾ എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ചിത്രം 4:13 കൊടുത്തിട്ടുണ്ട്, 4:14 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ എങ്ങനെയായിരിക്കും വേര്? നാരുവേര് പടലമാണ്. അതുപോലെ സമാന്തര സിരാവിന്യാസമാണ് ഇതിനുള്ളത്. പ്ലാവിൻ്റെ ആണെങ്കിലോ തായ്വേര് പടലമാണ്. ജാലിക സിരാവിന്യാസമാണുള്ളത്. അപ്പോൾ ഈ 4:13 അതായത് തെങ്ങിന് എങ്ങനെയാണ്? ഒരു ബീജപത്രം മാത്രമേ എന്തുള്ളൂ? തെങ്ങിനുള്ളൂ. അത്തരം സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങളെന്ന് പറയുന്നു. 2 ബീജപത്രം ഉള്ളതിന് എന്ത് പറയുന്നു? ദ്വിബീജപത്ര സസ്യങ്ങളെന്ന് പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. സസ്യഭാഗം കൂട്ടം 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ എങ്ങനെ നമുക്ക് പറയാം? ബീജപത്ര സസ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഏകബീജപത്ര സസ്യമാണ്. എന്ത്? പുൽവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളെല്ലാം തന്നെ. അതിന് ഇല എങ്ങനെയായിരിക്കും? സമാന്തര സിരാവിന്യാസമായിരിക്കും ഉണ്ടാവുക. വേരാണെങ്കിലോ വേര് തായ്വേര് പടലമായിരിക്കും. അതുപോലെ തന്നെ ദ്വിബീജപത്ര സസ്യമുള്ള സസ്യങ്ങളിലാണെങ്കിലോ അവിടെ ഇല എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് ജാലിക സിരാവിന്യാസമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ എങ്ങനെയായിരിക്കും? തായ്വേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്,
സമാന്തര ശിലാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഏകബീജപത്രമാകുമ്പോൾ എന്തൊക്കെ ഓർക്കണം? നാരുവേര് പടലം. നമ്മൾ എക്സാമ്പിളായിട്ട് തെങ്ങ് തന്നെ എടുത്തോളൂ. അപ്പോൾ നാരുവേര് പടലമാണ്, ശിഖരങ്ങളില്ലാത്ത തണ്ടാണ്, സമാന്തര ശിലാവിന്യാസമുള്ള ഇലയാണ്, ഏകബീജപത്ര സസ്യമാണ്. ഓക്കെ. ഇനി തായ്വേര് പടലം എന്ന് പറയുന്നത് ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ ശിലാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്ലാവ് ദ്വിബീജപത്ര സസ്യമാണ്. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും ഉണ്ട്. അതാണ് ഉദാഹരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചേമ്പ്, ചേനയൊക്കെ ഉദാഹരണമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് വംശനാശം വന്ന കുറച്ച് സസ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മുള്ളില്ലം, അതുപോലെ തന്നെ തുമ്പയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ ഇത്തരം സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയാണ് വംശനാശം എന്ന് പറയുന്നത്. അപ്പോൾ ജീവികളെ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതാണ് വംശനാശം. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 5ാം ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്